എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് മാർക്കോ നല്ല പറയേണ്ടത്. തുടക്കം പറയേണ്ടത് വയലൻസ് വയലൻസ് വയലൻസ്. ഐ ഹേറ്റ് വയലൻസ് ബട്ട് വയലൻസ് ലൈക്ക് മീ എന്ന് പറഞ്ഞില്ലേ. ഇതിപ്പം വയലൻസ് കൊണ്ട് ഇപ്പൊ കുടുങ്ങിയിരിക്കുക. അതെ, എന്താ ചെയ്യുക? ശരിക്കും പീഡിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കൊക്കെ കുറച്ച് കൂടുതൽ ആക്രമണോത്സകത കൂടുതലാ. സത്യമായിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് രണ്ടിന് വെട്ടലും കുത്തലാണ്. തീർത്ത് കളയണം. അങ്ങനത്തെ ഒരു മൈൻഡുള്ള ജനറേഷനാട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം പറയുന്നത് സിനിമയാണ് എല്ലാത്തിനും കാരണം എന്നാണ് ഇപ്പം എല്ലാ വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നത്. കാരണം മാർക്കോ, കില്ല്, RDX അങ്ങനെ കുറേ ആക്ഷൻ അല്ലെങ്കിൽ വയലൻസ് സിനിമകൾ വന്നിട്ട് ഇതിൻ്റെയൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സംഭവം കുറ്റകൃത്യങ്ങൾ കൂടുന്നതിൽ സിനിമകൾക്ക് നല്ല സ്വാധീനമുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അതെ, നമ്മുടെ നിലവാരം ഉണ്ടല്ലോ, നമ്മുടെ നിലപാട് എങ്ങനെയാണ് നമ്മൾ ഒരു സിനിമയെ സമീപിക്കുന്നത്, ആ രീതിക്കനുസരിച്ചാണ്. ഇപ്പോൾ ഇവിടെയൊന്നും ഇങ്ങനത്തെ രീതിയിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്തോ വേറെ വിദേശത്തൊന്നും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടൂലേ? അതാണ് ചോദ്യം. കൊറിയൻ സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇംഗ്ലീഷ് സിനിമകളുണ്ട്. ഇതിനകത്ത് എന്താണെന്നറിയോ, ശരിക്കും സിനിമകള് എല്ലാ കാലഘട്ടത്തിലും എല്ലാ ആൾക്കാരെയും സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്വാധീനിച്ചു എന്ന് പറയുന്നത് ഇപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഇന്ന്. അതായത് ധൂം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ മുടി വളർത്തുക, അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് കറങ്ങുക, ഇതൊക്കെയായിരുന്നു. പിന്നെ നീലാകാശം പച്ചക്കടൽ എന്ന് പറയുന്ന ആ സിനിമ, അതിന്ന് ഇൻസ്പയർ ആയിട്ടാണ് കുറേ ആൾക്കാർ ഈ ബൈക്ക് എടുത്തിട്ട് റൈഡ് പോയി തുടങ്ങിയത്. അങ്ങനെ ഓരോ സമയത്തും ഓരോന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇവരെ സ്വാധീനിക്കുന്നത് വയലൻസ് ആണെന്നാണ് പറഞ്ഞു വന്ന. അതാണ്, മറ്റുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇവർ വയലൻസ് മാത്രമാണ് ഇവർക്ക് സ്വാധീനം, അല്ലാണ്ട് മറ്റുള്ള ഒന്നും അതിനകത്തൊന്നും ഇവരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇൻസ്പയർഡ് ആകുന്നില്ല. ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദൃശ്യങ്ങളുടെ ലോകമാണ്. അതായത് മനുഷ്യരൊക്കെ ദൃശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ചെയ്താലാണ് അറ്റൻഷൻ കിട്ടുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ട് അവർക്ക്. എന്നിട്ട് കുറേ BGM കുറേ മാസ് ഡയലോഗുകളും ഒക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ സീരിയസ് ആക്കുക, വളരെ സീരിയസ് ആയിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതും പണ്ടൊക്കെ ഇപ്പം സ്കൂളിലും കോളേജിലൊക്കെ അടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലറിയരുത്, നാട്ടിലറിയരുത്, ആരും അറിയാണ്ട് നൈസായിട്ട് അത് അവിടെ തന്നെ തീരുന്ന സംഭവമാണ്. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആദ്യം അത് വീഡിയോ എടുത്തിട്ട് ഈ ടീം തന്നെ ആ ഒരു മാസ് BGM, പിന്നെ വൻ സിനിമകളിലെ കീടിലൻ സോങ്ങുകൾ, ഇതൊക്കെ കയറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ട് ഭരിക്കുക. ഇവരെന്തൊക്കെയോ ആണെന്ന് ഇവർ തന്നെ സ്വയം അങ്ങ് കരുതുന്നു. അത് കാണിക്കാനുള്ള ശ്രമം കൂടി ഉണ്ട് അതില്. സത്യം. അതായത് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക്, നടന്മാർക്കൊക്കെ ആ രീതിയിൽ ഒരു പ്രത്യേക പരിവേഷം കിട്ടുന്നുണ്ടല്ലോ. അത് സിനിമയുടെ രീതിയിലാണ്, അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവർ അതുപോലെ ഇവർക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ റീൽസും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അക്കൗണ്ടുകളും ഉണ്ട്, അതിലൂടെ തന്നെ കൂടുതൽ പ്രചരിപ്പിക്കുന്നു. അതിലൂടെ ഒരു വിഭാഗം ആൾക്കാർ, ഇത് ശരിക്കും ഒരു സൈക്കോ മൈൻഡാണ്, അതായത് ഇതൊക്കെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അത് കൂടുതലായിട്ട് സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് പേടിപ്പിക്കുന്ന വസ്തുതയാണ്. സത്യമായിട്ടും. ഇപ്പം ഈ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ഇവിടെ നടക്കുന്നതെങ്കിൽ ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിനിമകൾ കൺട്രോൾ ചെയ്യാൻ തന്നെ വേണം. അതിന് ഇപ്പം നമ്മളിപ്പോൾ പറയണം മാർക്കോ സിനിമ, അതപ്പം അതിൻ്റെ TV സംപ്രേഷണമൊക്കെ നിർത്തിവെക്കാനുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. OTTയിലും അത് ഒഴിവാക്കണം എന്ന് തന്നെയുള്ള ഇതിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സിനിമകൾ അതെ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി തന്നെ വേണം. അത് നമ്മൾ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള സിനിമയൊന്നും കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന സിനിമകളല്ല. ഇത് 18+ ആണ് ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ഈ മാർക്കോ പ്രശ്നമാകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 18+ ആയിട്ടും ഈ 18 ഇപ്പോൾ നമ്മൾ ഈ 20 വയസ്സാകാത്ത കുട്ടികളെ കുറിച്ചാണല്ലോ കൂടുതലായിട്ടും വയലൻസിന്റെ ഇതിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ വിമർശിക്കപ്പെടുന്നത്. എന്നാൽ അതല്ല, ഈ കുട്ടികളെ കാണിക്കുന്നത് ആരാന്ന് ചിന്തിച്ചു നോക്ക്. അതായത് 18+ മുകളിലുള്ള പാരൻസ് ആണ് കുട്ടികളെയും കൊണ്ട് ഈ സിനിമക്ക് കയറിയിട്ടുള്ളത്. അതെ, എത്ര സിനിമ റിലീസ് ചെയ്യുന്ന പിറ്റത്തെ ദിവസങ്ങളിലൊക്കെ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ട് സിനിമ കാണിക്കാൻ വേണ്ടി കയറിയ ന്യൂസുകളൊക്കെ ഉണ്ട്, കുഞ്ഞു പിള്ളേരെയും കൊണ്ട്. അപ്പൊ ആരാണ് അതിന്റെ ഉത്തരവാദി? ചോദ്യല്ലേ? തീർച്ചയായിട്ടും. ഇനി തിയേറ്റർ ഉടമകളെ പറയാം, അവിടെ ആരും 18 താഴെ ആരും ജോലി ചെയ്യുന്നില്ലല്ലോ. ഈ 18 വയസ്സ് തികയാത്ത ആൾക്കാരെ കയറ്റി വിട്ടുള്ളത് ആരാ? തിയേറ്ററുകാർ തന്നെ എത്രയോ
ഇപ്പോൾ ഒരു സത്യമായിട്ട് പറയണ ഒരു കാര്യം, 18+ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാൻ തന്നെ വേണം 18 വയസ്സിന്റെ താഴെയുള്ള ആരെങ്കിലും അവിടെ കയറുന്നുണ്ടോ എന്ന്. അല്ലാണ്ട് 4 ടിക്കറ്റ് കൂടുതൽ കിട്ടും എന്ന് എഴുതിയിട്ട് തന്നെ ആയിരിക്കും അവര് തിയേറ്ററുകാർക്ക് അവർക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന സമയമാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് ജനങ്ങൾ വന്ന് കയറുന്നു. അപ്പൊ അവര് മനഃപൂർവ്വം തന്നെ ആയിരിക്കും. വല്ലപ്പോഴുമാണ് അങ്ങനെ ഒരു സിനിമ വരുന്നു, അത് ഭയങ്കര ഹിറ്റ് അടിക്കുന്നു, അപ്പൊ അതിന് ആള് കൂടുന്നു, അതിന്റെ ഇടയ്ക്ക് അവരത് മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുന്നതായിരിക്കാം. ശരിയാണ്, മാർക്കോ, കില്ല് ഇങ്ങനെയുള്ള സിനിമകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ വയലൻസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആഘോഷിക്കുക എന്നുള്ളതല്ല. ഇത് സിനിമയായിട്ട് എടുക്കുക. ഓരോ ജോണറിൽ ഓരോ സിനിമകൾ എന്നും വരുന്നുണ്ട്, അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് സിനിമയായിട്ട് എടുത്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം. ആ രീതിയിൽ നോക്കുമ്പോൾ ശരിക്ക് ജീവിതത്തിലേക്ക് ഇത് കുറെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതാണ് സിറ്റുവേഷൻ. ഇപ്പം ഈ പല ആൾക്കാരും പിന്നെ വേറൊരു സത്യം വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവിക്കുമ്പോൾ അത് സിനിമയ്ക്ക് അതിന് പ്രാധാന്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവത്തിന് സിനിമ മാത്രമൊന്നുമല്ല, എല്ലാ ഭാഗത്തിനും എല്ലായിടത്തുനിന്നും ഇതിന് നല്ല ഇതുണ്ട്. കാരണം ഒരു വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണ്ട, അവർ ശ്രദ്ധിക്കാത്തതിന് വേറെ മറ്റുള്ള പുറത്തുള്ള അല്ലെ അവർ സിനിമ കണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ദൃശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിതെന്ന്. റിയൽ അതല്ലല്ലോ. അപ്പോൾ ഭയങ്കര അടിപൊളി കപ്പിൾസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ശരിയായ രീതിയിൽ അവർ നല്ലതായിരിക്കണം എന്ന് അറിയില്ല. സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പോൾ റീൽസിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള അഭിനയമാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഏതാണ്ട് എല്ലാവരും സത്യമായിട്ടും ജീവിക്കുന്നത് ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിനിമ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇവർക്കും അതിൻ്റെതായ രീതിയിൽ കുറേ അവസരങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇത് റിയൽ ആക്കി കൊണ്ടുവരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അതിലൂടെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, തുടർച്ചയായി നമ്മളിങ്ങനെ കണ്ട് പല കാര്യങ്ങളും നോർമലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഡ്രഗ്സ് ആണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ മദ്യത്തിന് ഡ്രഗ്സിൽ പെടുത്താതെ മദ്യം താഴെ കണ്ടല്ലോ. അതായത് അതെല്ലാവരും കൂടുതൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മദ്യം ഒന്നും അതിൽ പെടൂലേ, അതിൻ്റെ മുകളിലേക്ക് അതൊക്കെയാണ് അവിടെ ഇത് നോർമലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ മദ്യം അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇവരൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ പ്രശ്നവും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നോർമലും അതാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് ഈ വീഡിയോസിൽ എല്ലാം നമ്മളിങ്ങനെ കണ്ട് ഇതൊക്കെ സാധാരണ പോലെ ആവുകയാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത് ആദ്യം വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ബ്ലർ ചെയ്തെങ്കിലും വന്നിട്ട് അതുപോലും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആക്സിഡൻറ്റ് സാധാരണ പോലെ റിപ്പീറ്റ് അടിച്ച് എന്ത് സംഭവിച്ചു എന്ന് ഡീറ്റെയിൽ ആയി കാണുന്ന ലെവലിലേക്ക് നമ്മൾ മാറി. സത്യമായിട്ടും ഇത് ഭയങ്കരമായിട്ടുള്ള കാര്യം കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ ആദ്യം കുറെ കാലങ്ങൾക്കൊക്കെ മുന്നേ നമുക്ക് എന്തൊക്കെയായിരുന്നു പേടി ഉണ്ടായിരുന്ന സംഭവങ്ങൾ, അത് പേടിയൊക്കെ മാറി തുടങ്ങി. കാരണം സ്ഥിരം മൊബൈൽ തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന ഇത് തന്നെ കണ്ട് നമ്മുടെ മനസ്സൊക്കെ അതിലേക്ക് അങ്ങ് ഓക്കെ ആയി പോവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഭയന്നൊരു സമയം ഉണ്ടായി. അതായത് ഒരു വീഡിയോ വരുന്നു, ആ വീഡിയോയിൽ ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ ആ ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം ആ ആളുടെ തന്നെ തെറ്റാണ്. മനസ്സിലായോ? അതായത് കുന്നിപ്പ് കാണിച്ചിട്ട് വണ്ടി ഓടിച്ച് കൊണ്ടുപോയിട്ടാണ് ആക്സിഡന്റ് പെടുന്നതാണ്. അപ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ ആക്സിഡന്റ് സംഭവിക്കാൻ കാരണമായ എതിർനിന്ന് വരുന്നത് ഒരു ലോറിയാണ്. ആ ലോറിക്കാരന് അഭിനന്ദനങ്ങളാണ് ഒന്ന്, മനസ്സിലാക്കണം. പിന്നെ ആൾ ഈ ചെയ്തതിന് അതിലുള്ളത് അറിയിച്ച സാധനം കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ ആ ആൾക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആ സംഭവിച്ച കാര്യമില്ലേ, ആൾക്കത് പറ്റിയല്ലോ, ആൾക്കത് അയ്യോ ഒരു ജീവനാണല്ലോ എന്നുള്ള ഇത് ആരും ചിന്തിക്കുന്നില്ല. ആ ഒരു സാധനമൊക്കെ പോയി, അത് പോയി. അവിടെയാണ് പേടിക്കേണ്ടത്. അത് മുതൽ ഇതിൽ ബാധിക്കുന്നുണ്ട്. അതെ, ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ ഈ സിനിമ ഇൻസ്പയർ ആയി എന്നൊക്കെ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ പണ്ട് ഇൻസ്പയർ ആയി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇൻസ്പയർ ആയി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊക്കെ കക്കാൻ പോകണം. ധൂമിലൊക്കെ ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ ബൈക്ക് എടുക്കുക, ബാങ്കിൽ പോകണം രാത്രി. ഇത് എല്ലാവരും സ്വാധീനിക്കുന്നുണ്ട് പല രീതിയിലാണ്. ഇപ്പൊ ജഗദീഷേട്ടൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇതിന്റെ സിനിമ ഇൻസ്പയർഡ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ വയലൻസ് മാത്രമല്ലല്ലോ, അതിൽ നല്ല കാര്യങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നല്ല കാര്യങ്ങൾ ആവുന്നുണ്ട്. പക്ഷേ അതായത് നമുക്ക് കൂടുതൽ സാധ്യതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാസും പരിപാടികളിലും ഈ നന്മ കാര്യങ്ങൾ ചെയ്തിട്ട് അത്രക്കും കയറുന്നില്ല. നല്ലതിനേക്കാളും ഒരു പടി എപ്പോഴും മുകളിലോട്ട് നിൽക്കുന്ന നെഗറ്റീവ് നിൽക്കുമ്പോഴാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ നമ്മൾ ജീവിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളും ചെയ്യേണ്ട ഈ മാന്യത, നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ഇമേജ്, നമ്മുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ജനങ്ങൾ കാണുന്ന നമ്മുടെ ഒരു ക്വാളിറ്റി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ കുടുംബത്തിൽ നിന്നും അല്ലാതെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്.
പക്ഷേ അത് എല്ലാവർക്കും ഒരേപോലെ വരുമ്പോൾ അല്ലെങ്കിൽ അത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമായി മാറുന്നില്ല എന്നുള്ളത് കൊണ്ട്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറാത്തത് കൊണ്ട് തന്നെ ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എണ്ണത്തിൽ കൂടുതൽ വന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാലേ 4 പേര് ശ്രദ്ധിക്കൂ എന്നുള്ളതാണ്. അവിടെ ഒരു നന്മ ചെയ്തു, അല്ലെങ്കിൽ ഒരാള് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസ് എന്തെങ്കിലും ഒരു നന്മ ചെയ്തെന്ന് വെച്ചാൽ അതിലേക്ക് അധികം ആൾക്കാരും ശ്രദ്ധ കൊടുക്കൂല. ആ സമയത്ത് അപ്പുറത്ത് ഒരു അടി നടക്കുക എന്ന് വിചാരിച്ചു, അതിലേക്കായിരിക്കും എല്ലാവരും നോക്കുക. അവിടെ ആരൊക്കെ അടി നടത്തുന്നുണ്ട്, ആരൊക്കെ അതിനകത്ത് സംഭവം ആശ്ചര്യത്തോടെ നോക്കുന്നതായിരിക്കും. പക്ഷെ ഈ കൊള്ളുന്ന ആൾക്കാരും അടിക്കുന്ന ആൾക്കാരെയും വിചാരം, എല്ലാ നാട്ടുകാരും മൊത്തം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഞാൻ എന്തോ വലിയ ഈ സാധനമാണ് ഇതിന്റെ ഉള്ളിലൊക്കെ വരുന്ന എന്താ പറയുന്നത്, ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം വരുമല്ലോ. ശരിക്കും നമുക്ക് തന്നെ പല സമയത്തും തോന്നിയിട്ടുള്ളതാണ്. ഈ 2K കിഡ്സിന്റെ കാര്യം പറയുന്നതാണ്. അവരെ മോശമായിട്ട് പറയുന്നതല്ല ഒരിക്കലും. പല ആൾക്കാരും നല്ല കുട്ടികളുണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ ഉള്ളിലുള്ള ഒരു ധാരണയുണ്ട്, അതായത് ഇവരാണ് ലോകം ഉണ്ടാക്കിയത്, ഭരിക്കുന്നത്. അത് ഇവരുടെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2K കിഡ്സ് എന്നല്ല, ഏത് കിഡ്സും ആ സമയത്ത് അങ്ങനെ തന്നെയാണ്. ഇപ്പോ അതും ഒരു സത്യം തന്നെയാണ് കേട്ടോ. ഇപ്പോ 2 ഭാഗവും ചിന്തിക്കണമല്ലോ. ഇപ്പൊ 80-ലായാലും 90-ലായാലും അതിനു മുൻപായാലും അന്നത്തെ വാർദ്ധക്യം ഉള്ളവർക്ക് ഈ കിഡ്സ് ചെയ്യുന്നത് ഇവർക്ക് എന്ത് ഇങ്ങനത്തെ ജനറേഷൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അല്ല, നമ്മളൊക്കെ ഒരു സമയത്ത് നമ്മള് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നീ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടി നടക്കുന്നത്. ഷെഡിയുടെ മറ്റേ ഇതില്ലേ, അത് കാണിച്ചു നടക്കുന്ന കാലഘട്ടമുണ്ട്, ഇലാസ്റ്റിക് കാണിച്ചു നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നത്തെ ജനങ്ങൾ, അതായത് കുറച്ച് മുതിർന്നവർ നോക്കിട്ട് എന്താ അങ്ങനെ കരുതി നോക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, അന്ന് നമ്മൾ അംഗീകരിക്കുവോ? ഇല്ല, സമ്മതിക്കൂല. ഇനി അതിനകത്ത് വേറെ കാര്യം പറഞ്ഞ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഇങ്ങനത്തെ ഡ്രസ്സ്, ഞാൻ അതാണ് പറഞ്ഞത്, തലമുടി വളർത്തുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാണിക്കുക, ബൈക്ക്, അതായിരുന്നു അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതെ, അത് തന്നെയാണ്. ആ സാധനങ്ങള് നോർമലൈസ് ചെയ്ത് വന്ന് ഇത് എണ്ണത്തിൽ കൂടി, അത് കുറച്ചും കൂടി ഹെവി ആയിട്ട് വലുതായിട്ട് ഇത് വരുന്നു. കാരണം നമ്മളൊക്കെ ഭാഗമായിട്ടുള്ള ഈ സമൂഹത്തിൽ ഇപ്പൊ റീൽസ്, യൂട്യൂബൊക്കെ പിന്നെ കുറച്ചൊക്കെ രീതിയിലാണ്. ഇൻസ്റ്റയാണ് ഏറ്റവും വലിയ വിഷയം. ഫേസ്ബുക്കും ഇതിലുള്ള റീൽസും കാര്യങ്ങളും, അതായത് ഒറിജിനൽ ചെയ്തതാണെങ്കിലും റിയൽ ആയിട്ടുള്ള ഏതെങ്കിലും CCTV ഫുട്ടേജ് ആയാലും അല്ലാത്തത് എന്തായാലും അത് ആഘോഷിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അത് ആഘോഷിക്കുന്ന രീതിനെ മാത്രമല്ല അളിയാ, അതായത് എന്ത് വൃത്തികേട് കാണിച്ചാലും റീച്ച് കിട്ടണമെന്ന് മാത്രം വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്ക് ചില സമയത്ത് ഇത് എന്താണ് ഇവര് കാണിക്കുന്നത്, ഇത് ഏത് ലോകമാണെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. അജാതി, അതായത് കേട്ടറക്കണ വർത്താനം മാത്രം, അതിനുവേണ്ടി മാത്രം ചാനൽ തുടങ്ങിയേക്കുന്ന ടീംസ് ഉണ്ട്, കാണിക്കുന്നവരുണ്ട്. എന്തൊക്കെ വൃത്തി, അതൊക്കെ ശരിക്കും നമുക്ക് എങ്ങനെ പറയാ. ഇത് ഈ രീതിയിലുള്ള മാറ്റാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. സത്യമാണ്. അങ്ങനത്തെ രീതിയിലേക്ക് ഇങ്ങനെ ലോകം മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള സിനിമകൾ തയ്യാറാക്കാനായിട്ട് ഒരുപാട് പേരെ പ്രേരിപ്പിക്കുന്നതും. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നല്ല ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളത്. 30, 40, 50 വയസ്സായ ആൾക്കാരൊക്കെ തന്നെയാണ് ചെയ്യുന്നവർക്ക് ബോധമുണ്ട്, എന്ത് ഇത് സിനിമയാണ്, ജസ്റ്റ് സിനിമ എന്നുള്ളത് മാത്രം അറിയാം. പക്ഷെ അത് ഒരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രം എടുക്കാൻ കഴിയാത്തവരുണ്ട്. അവിടെയാണ് ഈ പ്രശ്നമുള്ളത്. അതാ ഇപ്പൊ ഈ മാർക്കോന്റെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞൊരു സംഭവമുണ്ട്. ആള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ള അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ആള് പറഞ്ഞ സംഭവമുണ്ട്, ഇത് സിനിമയായിട്ട് സ്വീകരിക്കുള്ളൂ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതിന്റെ അപ്പുറത്തേക്കാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതായത് സിനിമയായിട്ട് കാണുമെന്നാണ് അവർ കരുതിയിട്ടുള്ളത്. പക്ഷെ കണ്ടവരാൾക്കാരൊന്നും അത് എന്താ പറയുക, സിനിമയാണെന്നുള്ള പല ആൾക്കാരും അത് സിനിമയാണെന്നുള്ളതൊക്കെ വിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാലേ എന്നുള്ളതിലേക്ക് എത്തിപ്പോയി. അവിടെയാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ജീവിക്കുന്നതിൽ എന്നും എപ്പോഴും നമുക്ക് ബഹുമാനവും ആദരവും അല്ലെങ്കിൽ നല്ല സ്നേഹവും കിട്ടുന്നത് മനുഷ്യൻ തിരിച്ചറിയുന്നിടത്താണ്. അല്ലാതെ അവരെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ എനിക്കെതിരെ വരുന്നത് എന്തും ഞാൻ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറ്റൻഷൻ കിട്ടണം കരുതിയിട്ട് എന്ത് തെണ്ടിത്തരവും നോർമലൈസ് ചെയ്ത് അതിൽ BGM ഇട്ട് ഞാൻ സംഭവമാണെന്ന് ആഗ്രഹിക്കുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാണ്, ഈ ജീവിതം എന്ന് പറയുന്നത് ശരിയാണ്, ചില കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾ ചെയ്യുന്ന ഇഷ്ടപ്പെടൂല, ചില തെറ്റുകളുണ്ടാവാം, ചില പ്രശ്നങ്ങളുണ്ടാവാം, അതൊക്കെ നോർമലായിട്ട് സംസാരിച്ച് തീർത്തു പോകേണ്ട സംഭവങ്ങളാണ്. അല്ലാണ്ട് ഒരാളുടെ ജീവൻ എടുത്തിട്ടല്ല അതിലൊന്നും
എന്താ പറയണേ, ഞാൻ ആ സിനിമ കണ്ടിട്ടാണ് ചെയ്തത് എന്നൊന്നും പറയലല്ല അതിൻ്റെ ഉള്ള ഒരു ഉത്തരം. അതായത് എനിക്ക് നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ ആയിരിക്കും. അത് ഒരു മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യം ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വടിവാളും കത്തിയും ഇതൊക്കെ ആയിട്ട് വരുന്നത്. ഈ തുറന്നു പറച്ചിലുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു, നമ്മളൊന്നും അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ പറയുന്നവർ പോലും പിന്നെ കടത്തുന്നുണ്ട് ശരിക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ മദ്യത്തിന്റെ കാര്യമൊക്കെ, പിന്നെ തീർച്ചയായിട്ടും ഇപ്പോ മദ്യം അതായത് കുടിക്കുന്നവർക്ക് മറ്റുള്ളതൊക്കെ അതിന് മുകളിലുള്ളതൊക്കെ തെറ്റ്, ഇത് അവർ എന്ത് ചെയ്യും, അത് തെറ്റല്ല എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. ഇപ്പോൾ നമ്മൾ ആഘോഷിക്കപ്പെടുന്ന, നമ്മൾ കൊണ്ടുപടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, ആ രീതിയിലല്ലാതെ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് മൊത്തം മോശമായിരിക്കും. അപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും അവർക്ക്. ആ ഓക്കെ ആക്കുന്നതാണ് അവിടെ പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ വലുതായിട്ട് എണ്ണത്തിൽ കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഡ്രഗ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം അതായത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. കല്ല്, പുല്ല്, ചപ്പ്, ചവറ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അത്രയ്ക്കും സാധനം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റാമ്പ്, എന്തൊക്കെ ചോക്ലേറ്റ്സ്, അങ്ങനെ കുറെ ഐറ്റംസ്. ഈ സാധനമൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും ഈ കൊറിയൻ സിനിമകളിലൊക്കെ കുറെ സിനിമകളിലൊക്കെ ഉണ്ട് ഈ സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ സംഭവം. ഇതൊക്കെ അതിന് ശേഷമായിരിക്കാം അതൊക്കെ ചിലപ്പം ആള് നമ്മുടെ ഇവിടേക്കൊക്കെ കേട്ടോ അത് ഇങ്ങനത്തെ സാധനം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ സിനിമകളിൽ ഇതുണ്ട്, ഇത് സ്വാധീനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം സിനിമാ പ്രേമികൾ സമ്മതിക്കില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ബോധമുള്ളവരാണ്. അവരുടെ കാര്യത്തിൽ അവരിലേക്ക് നോക്കുമ്പോൾ അവരിത് സിനിമയായിട്ട് എടുക്കുന്നു, താനൊന്നും അതിൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാറില്ലല്ലോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അത് ശരിയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല എല്ലാവരും. ഇത് സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ട്, വളരെ എണ്ണത്തിൽ കൂടുതലാണത്, ഒരുപാടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യണം. അതെന്താണെന്നറിയോ, അതാണ് ഈ പ്രായത്തിൽ ഇത്ര പ്രായം കുറഞ്ഞ ആൾക്കാർ ഇത് കാണരുതെന്ന് പറയുന്നത്. അവരുടെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആ സാധനം ക്യാച്ച് ചെയ്യും. ശരിക്കും ഇങ്ങനെ തിരിച്ചും പറയാം. അതായത് കാലഘട്ടം ഇങ്ങനെ മാറുന്നതിന്റെ കാരണങ്ങൾ കൊണ്ട് സിനിമ ചെയ്യുന്നവരിലും ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകളും വരുന്നത്. ഈ ഇങ്ങനെയുള്ള സിനിമകളാണ് ഇപ്പൊ ട്രെൻഡ് എന്നുള്ളത് അവർക്ക് അറിയാം. കാരണം എന്തിന് നമ്മുടെ ഇവിടെ കൊറിയൻ മറ്റേ സ്ക്വിഡ് ഗെയിം ഒക്കെ കിടന്ന് കളിച്ച് എത്രയാ, അതിന്റെയൊക്കെ ഒരു പവർ കണ്ടിട്ടാണ് ഇവിടെയുള്ള സിനിമ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റാണ് എന്നുള്ളത് ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ അത് സിനിമയെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അതാണ് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വീട്, അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം. അവിടെയാണ് എല്ലാം ക്ലിയർ ആക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം, നാടും സ്കൂളും ഒക്കെ വരുന്നത്. ഒരൊറ്റെന്നേ പറയാനുള്ളൂ, നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവമാണ് നമ്മുടെ ചെയ്തികൾ. തീർച്ചയായിട്ടും. ഓക്കെ, അത് ഞാൻ കല്ലടിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ മരുന്നടിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ഞാൻ സിനിമ കണ്ടിട്ടാണോ എന്നുള്ളതിൻ്റെ അല്ല. അതിനപ്പുറം നമുക്കൊരു ക്യാരക്ടർ വേണം. ആ ക്യാരക്ടർ ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏത് നമ്മളെ സ്വാധീനിക്കും. സത്യം. ഇങ്ങനെ ആവരുത് ശരിക്കും. നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സംസാരിച്ച് അങ്ങനെ പോവുക, അല്ല അടി പിടി വെട്ട് കുത്ത് അതിലല്ല ജീവിതം ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ജീവിതമാണ് ലഹരി. അതെ, ലഹരി അല്ല ജീവിതം. ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. അത് ജീവിതമാകണം ലഹരി എന്നാണ് പറഞ്ഞത്. അല്ല അതിന്റെ അപ്പുറത്ത് വേറൊരു സാധനം അല്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കത്തണം. അല്ലെ ഇതിന് നാണുണ്ടോ നിങ്ങളൊക്കെ വേറെ ഒരു സാധനം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതാണേ എന്ത് അഭിമാനിക്കാതെ. ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ഒരു ജീവി മനുഷ്യൻ. ആ മനുഷ്യന്റെ ബ്രെയിനില് ഇത്തിരി പോണ കല്ല് അല്ലെങ്കിൽ ഇത്തിരി പോണ ഒരു സാധനം കൊണ്ട് ആ ബ്രെയിനെ മൊത്തം ചുറ്റിച്ച് കളയുക. നിങ്ങളെ നിയന്ത്രിക്കുന്ന അത് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയണം തോന്നിയത് കൊണ്ടാണ് വന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു വിഭാഗത്തെ ആക്ഷേപിച്ച് പറയുന്ന ഒന്നും അല്ല കേട്ടോ. നമ്മൾക്ക് മുന്നിൽ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതും കൂടി എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.